അല്ല അജിംസേ, ഞാൻ സാധാരണ ഇദ്ദേഹം ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ കുറെ കൂടി താത്വികമായിട്ടുള്ള അവലോകനം നടന്നത്. ഇത് അദ്ദേഹം ഭീഷണിപ്പെടുത്തുന്നു, അദ്ദേഹം വല്ലാതെ വിറയ്ക്കുന്നു, എന്തൊക്കെ പ്രയാസം. ഇവിടെ വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയ പരാമർശത്തെക്കുറിച്ച് സംസാരിക്കുകയും അതിനെ പിണറായി വിജയൻ ശ്ലാഘിക്കുകയും ചെയ്ത വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ CPM-ന്റെ താത്വിക അവലോകനക്കാർക്ക് എന്തിനെത്ര ഭയപ്പാട്? ഞാൻ ഒരു കാര്യം പറയാം. ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിലെ തൊഴിലില്ലായ്മയെക്കുറിച്ചിട്ടോ വിലക്കയറ്റത്തെക്കുറിച്ചിട്ടോ ഭക്ഷ്യക്ഷാമത്തെക്കുറിച്ചിട്ടോ അല്ലെങ്കിൽ ജീവൻ രക്ഷാ മരുന്നുകളുടെ അടക്കം വില കയറുന്നതിനെ കുറിച്ചിട്ടോ വൈദ്യുതി ചാർജും വീട്ടുകരവും വെള്ളക്കരവും അങ്ങനെ സമസ്ത മേഖലയിലും മനുഷ്യർ ദുര്യോഗം പേറുന്നതിനെ കുറിച്ചിട്ടോ ക്ഷേമ പെൻഷൻ കിട്ടാത്തതിനെ കുറിച്ചിട്ടോ ക്ഷേമനിധി പെൻഷൻ 1.5 വർഷമായി കിട്ടാത്തതിനെ കുറിച്ചിട്ടോ ഒന്നും പറയാറില്ല. വെള്ളാപ്പള്ളി നടേശൻ സാധാരണ മനുഷ്യരുടെ ഒരു വിഷയത്തെക്കുറിച്ചും അഡ്രസ് ചെയ്യാറില്ല. അദ്ദേഹം എപ്പോഴൊക്കെ പൊതുസമൂഹത്തെ അഡ്രസ് ചെയ്യുന്ന അപ്പോഴൊക്കെ വർഗീയമായിട്ടും ജാതീയമായിട്ടും മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ എന്ന് നമ്മുടെ മുമ്പിലുള്ള ചരിത്ര രേഖകളുണ്ട്, നമ്മുടെ മുമ്പിൽ ഡിജിറ്റൽ രേഖകളുണ്ട്. ഞാൻ അവിടെ നിർത്താം. ഇവിടെ CPM-ന് പറ്റുന്നത് എന്താ? നമ്മളൊരു വിഷപ്പാമ്പ് പിടിച്ച് കടിച്ചാൽ ഒന്ന് വിഷപ്പാമ്പിനെ തല്ലിക്കൊല്ലണം, അല്ലെ അതിന് പിടിച്ച് കൂട്ടിലടയ്ക്കണം. 2 ആ കടിയേറ്റ സ്ഥലത്ത് നമ്മൾ ചികിത്സ കൊടുക്കണം. അതിന് പകരം ഈ വിഷപ്പാമ്പിനെ എടുത്ത് മടിയിൽ വെച്ച് താലോലിക്കുന്ന നിലപാടാണ് CPM എടുത്തത്. അതാണ് നമ്മൾ ചൂണ്ടിക്കാണിച്ചത്. ഇനി കോൺഗ്രസിന് ഒരുപാട് പോരായ്മ വന്നെന്നല്ലേ കുഞ്ഞിക്കണ്ണൻ പറഞ്ഞത്? ഞാൻ ചോദിക്കട്ടെ, 9 വർഷമായില്ലേ നിങ്ങൾ ഭരിക്കുന്നു? നിങ്ങൾ നരേന്ദ്രമോദിയുടെ അതേ നിലപാടെടുക്കല്ലേ? നരേന്ദ്രമോദി ഇത് തന്നെയാണ് പറയുന്നത്. 11 വർഷം മുമ്പ് അധികാരത്തിൽ നിന്ന് പോയ കോൺഗ്രസിന്റെ തലയിലാണ് മുഴുവൻ പാപഭാരവും കെട്ടിവെക്കുന്നത്. നിങ്ങൾ 9 വർഷമായിട്ട് ഈ സംസ്ഥാനം ഭരിച്ചിട്ട് PC ജോർജ് 400 പെൺകുട്ടികളെ ലവ് ജിഹാദിലൂടെ മതം മാറ്റി കൊണ്ടുപോയി തീവ്രവാദത്തിലേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞ ആരോപണം വന്നു. കേരളത്തിലെ മലീമസമാക്കാൻ നടന്ന ആ പ്രസ്താവനയ്ക്കെതിരെ നിങ്ങൾ അന്വേഷിച്ചോ? ആ 400 തീവ്രവാദ ചെറുപ്പക്കാരാണെന്ന് നിങ്ങൾ അന്വേഷിച്ചോ? അതിന്റെ പുറകിലെ ഡാറ്റ പരിശോധിച്ചോ? നടപടി സ്വീകരിക്കണ്ടേ? വർഗീയ വിദ്വേഷം വിളമ്പുന്ന ആളുകൾക്ക് വെള്ളാപ്പള്ളിക്കായിക്കോട്ടെ, PC ജോർജിനായിക്കോട്ടെ, ഏത് മതവിഭാഗത്തിൽപ്പെട്ട നേതാക്കന്മാരായിക്കോട്ടെ, ഏത് രാഷ്ട്രീയ നേതാക്കന്മാരായിക്കോട്ടെ, അവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ നിങ്ങൾക്ക് പറ്റിയോ? പറ്റിയില്ല. അതിന് പകരം നിങ്ങൾ കോൺഗ്രസിനെ ആക്ഷേപിക്കുന്നതിന് പകരം ഇന്നലെ പോയി വെള്ളാപ്പള്ളി നടേശനെ വെള്ള പൂശിക്കൊണ്ടുവന്ന പിണറായി വിജയനോട് ചോദിക്കുന്നേ. KT കുഞ്ഞിക്കണ്ണന്റെ അടക്കം, മലപ്പുറത്തെ ജില്ലാ സെക്രട്ടറി അടക്കം, പോളിറ്റ് ബ്യൂറോയുടെ സെക്രട്ടറി MA രവിയുടെ അടക്കം നിലപാടിനെ തള്ളിക്കൊണ്ട്, CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ അടക്കം നിലപാടുകളെ തള്ളിക്കൊണ്ട് സംസാരിച്ച പിണറായി വിജയനോട് ചോദിക്കണം. ഞങ്ങളോടല്ല ഇതിനോട് മറുപടി ചോദിക്കേണ്ടത്. പിണറായി വിജയൻ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയാ അല്ലേ? ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടുള്ള ഒരാള് കേരളത്തിൽ നിരന്തരം വർഗീയ വിദ്വേഷം പ്രസംഗിക്കുന്ന ആൾക്കെതിരെ പുകഴ്ത്തിക്കൊണ്ട് വലിയ രീതിയിൽ മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് CPM-ന്റെ ട്രാൻസ്ലേഷൻ വേണ്ട. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കാൻ കേരളത്തിലെ സാമാന്യ ബോധമുള്ള മനുഷ്യർക്കറിയാം. അതിന് CPM പ്രത്യേകിച്ച് ട്രാൻസ്ലേഷൻ നടത്തി വല്ലാതെ ബുദ്ധിമുട്ടണ്ട.